നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന ഒരു സ്വപ്നമുണ്ട്. അതൊരു ദിവാസ്വപ്നമല്ല, മറിച്ച് കൃത്യമായ പ്ലാനുകളുള്ള, നിങ്ങളെ ഇമോഷണലി അത്രമേൽ സ്വാധീനിക്കുന്ന ഒരു വലിയ ലക്ഷ്യമാണ്. ഒരുപക്ഷെ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ നിങ്ങൾ ആ സ്വപ്നത്തെ ഉള്ളിൽ പേറുന്നുണ്ടാകാം. കണ്ണടച്ചാൽ ജീവിതം ആ വഴിക്ക് പോകുന്നത് പോലെയോ തൊട്ടടുത്ത് എത്തിയതുപോലെയോ കാണാൻ പറ്റും. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുതരം ആവേശം നിങ്ങളുടെ ഞരമ്പുകളിൽ അലയടിക്കുന്നുണ്ടാകും. പക്ഷേ വിരോധാഭാസം എന്ന് പറയട്ടെ, എന്നിട്ടും നിങ്ങൾ ലക്ഷ്യത്തിന്റെ അടുത്തേക്ക് ഒരടി പോലും മുന്നോട്ട് വച്ചിട്ടില്ല. അത് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൈപ്പരിയ യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ സുപ്രധാനമായിട്ടുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഈ സ്വപ്നം ഉണ്ടായതുകൊണ്ട് സംഭവിക്കുന്നതേയില്ല. സാധാരണയായിട്ട് മോട്ടിവേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മുടെ ഉള്ളിൽ വിൽ പവർ അല്ലെങ്കിൽ ഡിസിപ്ലിൻ എന്ന ഘടകത്തിന്റെ കുറവുണ്ട് എന്നാണ്. ഇതിനായിട്ട് നമ്മൾ കൂടുതൽ മോട്ടിവേഷൻ വീഡിയോകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. പുതിയ പ്ലാനുകൾ നമ്മൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കൂടുതൽ വാശിയോടെ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എക്സ്പെക്ട് ചെയ്യും. പക്ഷെ കുറച്ച് ദിവസത്തേക്ക് ഇത് പ്രവർത്തിക്കുമെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ എല്ലാം പഴയപടിയാവും. ഇവിടെയാണ് നമ്മൾ യഥാർത്ഥ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. ഒരു തലച്ചോറ് ഒരു കാര്യം അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ അതെന്തുകൊണ്ടാണ് നിരന്തരം ഇങ്ങനെ വിസമ്മതിക്കുന്നത്? ഈ ഒരു ആഗ്രഹവും പ്രവൃത്തിയും തമ്മിലുള്ള ഭ്രാന്ത് പിടിപ്പിക്കുന്ന വിടവ് വെറും ഒരു അച്ചടക്കമില്ലായ്മയല്ല, മറിച്ച് ന്യൂറോ സയൻസിലെ കൃത്യമായിട്ടുള്ള ഒരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്. അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സത്യമാണ്. ഇതിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ പറ്റൂ. നമ്മുടെ പ്രശ്നം അച്ചടക്കമില്ലായ്മയാണെന്നും കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സ്വയം ആശ്വസിക്കുകയാണ്. പക്ഷേ കുറച്ചുകൂടി ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ തുടക്കത്തിലുള്ള തടസ്സമൊന്നും മാറ്റിയെടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമെന്ന് നിങ്ങൾ കരുതും. നമ്മൾ വിൽ പവറിനെ കുറിച്ചും ലക്ഷ്യബോധത്തെക്കുറിച്ചും ആകലപ്പെടുകയും അതിനായിട്ട് നിരന്തരം മോട്ടിവേഷൻ വീഡിയോകൾ കാണുകയും പുതിയ പുതിയ പ്ലാനുകൾ ഉണ്ടാക്കുകയും പക്ഷേ ഫലമില്ല എന്നുള്ള സത്യം തിരിച്ചറിയുകയും ചെയ്യും. കാരണം മോട്ടിവേഷൻ വീഡിയോസൊക്കെ കുറച്ച് ദിവസത്തേക്ക് പ്രത്യാശ നൽകുമെങ്കിലും നമ്മുടെ മനസ്സ് വീണ്ടും ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് പോകും എന്നുള്ളതാണ്. സോ നമ്മുടെ തലച്ചോറ് വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു വിദ്യയാണ് ഈ ഒരു എവല്യൂഷണറി സൈക്കിളിൽ പഠിച്ചെടുത്തിട്ടുള്ളത്. ഒരു ലക്ഷ്യം നേടുന്നതിനെ കുറിച്ച് വെറുതെ നമ്മൾ സങ്കല്പിക്കുന്നത് പോലും ആ ലക്ഷ്യം യാഥാർത്ഥ്യത്തിൽ നേടിയാൽ ലഭിക്കുന്നതിൻ്റെ അതേ റിവാർഡ് നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ പല വീഡിയോസിലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന എൻ്റെ ചില കോഴ്സുകളുണ്ട്. യൂട്യൂബിൽ എങ്ങനെ സക്സസ് ആവാം, കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാം. സോ മറ്റു ചില വീഡിയോസുകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ കോഴ്സ് എടുക്കുമ്പോൾ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, ഇതൊക്കെ സക്സസ് ആവും, ഇതൊക്കെ പഠിച്ച് ഞാൻ ചേഞ്ച് ഉണ്ടാക്കും. പക്ഷേ ഇതിൻ്റെ കംപ്ലീഷൻ റേറ്റ് വളരെ കുറവാണ്. അതായത് ഇത് തനിക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസിൽ കോഴ്സ് എടുക്കുന്നുണ്ട്, പക്ഷേ അത് പൂർത്തിയാക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിന് ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് തീരുമാനിക്കുന്നു. അതായത് ഒരു കാര്യം അച്ചീവ് ചെയ്താൽ ആഹാ അടിപൊളി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതേ ഫീൽ കിട്ടാൻ വേണ്ടി നമ്മുടെ ബ്രെയിൻ കഷ്ടപ്പെടില്ല. ഇവിടെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് ലക്ഷ്യം നേടുന്നതിന് പകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തലച്ചോറ് കണക്കാക്കുന്നു. അല്ലാതെ കഠിനാധ്വാനം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനേക്കാൾ വളരെ സേഫും വളരെ കംഫർട്ടബിളുമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇത്തരം ദിവാസ്വപ്നങ്ങൾ മാറുന്നു എന്ന് പറയാം. സോ നമ്മൾ മടിയന്മാരായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ ബുദ്ധി തന്നെ പണിതുയർത്തിയ ഒരു റിവാർഡ് ലൂപ്പിൽ നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൻ്റെ മെക്കാനിസമാണ് എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളത്. അതായത് നമ്മുടെ തലച്ചോറിലെ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ പ്രവർത്തനം. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴോ ആണ് ഈ ഡിഫോൾട്ട് മോഡ് സജീവമാവുന്നത്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനും ഭാവി സങ്കല്പിക്കാനും നമ്മുടെ ലക്ഷ്യങ്ങളെ വിഭാവനം ചെയ്യാനും സഹായിക്കുന്ന ഒരു സിസ്റ്റമാണ്. പരിണാമപരമായി മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ കഴിവുകളിൽ ഒന്നാണ് ഈ കാര്യം. വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് തയ്യാറെടുക്കാൻ ഈ ഒരു സംവിധാനം നമ്മളെ സഹായിക്കാറുണ്ട്. പക്ഷേ ഇതിനൊരു ഡാർക്ക് സൈഡ് ഉണ്ട്. നമ്മൾ വലിയൊരു വിജയം നേടുന്നത് ഇമോഷണൽ ആയിട്ടാണ് സങ്കല്പിക്കുക. നമ്മുടെ ബ്രെയിൻ അപ്പോൾ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ പുറപ്പെടുവിപ്പിക്കും. വിജയം കൈവരിക്കുമ്പോൾ കിട്ടുന്ന അത്രയും അളവിലില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു സംതൃപ്തി നമ്മുടെ സ്വപ്നത്തിലൂടെ കിട്ടാറുണ്ട്. സോ സയന്റിഫിക്കലി പറഞ്ഞാൽ നമ്മളൊരു കാര്യം സങ്കല്പിക്കുമ്പോഴും അത് സത്യത്തിൽ നടക്കുമ്പോഴും ബ്രെയിനിന്റെ ഒരേ ഭാഗമാണ് ആക്ടിവേറ്റ് ആകുന്നത്. ഗബ്രിയൽ ഊറ്റിംഗൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് 20 വർഷത്തോളം ഇതിനെക്കുറിച്ച് നടത്തിയ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയത് പോസിറ്റീവായി സങ്കല്പിച്ചു കൊണ്ടിരിക്കുന്നവർ പലപ്പോഴും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ സങ്കല്പം നൽകുന്ന ആനന്ദം മൂലം ലക്ഷ്യത്തിലേക്ക് നടക്കാനുള്ള ഊർജ്ജം ബ്രെയിൻ നഷ്ടപ്പെടുത്തുന്നു. ഇവിടെ നമുക്കൊരു കോൺഫ്ലിക്റ്റ് ഫീൽ ചെയ്യാം. ഇപ്പോൾ APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള മഹാന്മാർ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുക, അപ്പോൾ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും എന്ന് പറയാറുണ്ട്. പക്ഷേ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എൻ്റെ അഭിപ്രായത്തിൽ. അതായത് എളുപ്പ വഴിയിലൂടെ നല്ല സുഖം കിട്ടുമ്പോൾ കഠിനമായ വഴി ഉപേക്ഷിക്കുക എന്ന് പറയുന്ന രീതി നമ്മൾ നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ ഒരു കാര്യത്തിന്റെ സെക്കൻഡ് ലെയർ, ആഴത്തിലുള്ള ഒരു തലം എന്ന് പറയുന്നത് ഭയമാണ്. പരാജയപ്പെടുമോ എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭയമല്ല, മറിച്ച് സെൽഫ് കോൺസെപ്റ്റ് ത്രെറ്റാണ്. അതായത് നമ്മളെല്ലാവരും നമ്മളെക്കുറിച്ചൊരു വളരെ ഹൈ പൊസിഷനിലുള്ള ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല കഴിവുണ്ട്, നമ്മൾ നല്ല പൊട്ടൻഷ്യൽ ഉള്ളവരാണെന്നൊക്കെ. ഓക്കെ, ഫൈനാണ്, ഒരു കോൺഫിഡൻസിന് വേണ്ടി അതൊക്കെ ചെയ്യാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു വിശ്വാസത്തിന് എന്താ സംഭവിക്കുക? അങ്ങനെ ഒരു പരാജയം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കേൾക്കുന്ന ഒരു വലിയ മുറിവ് അവിടെ ഉണ്ടാവും. ഞാൻ അത്ര കഴിവുള്ളവനല്ലേ എന്ന ചോദ്യം നമ്മുടെ അസ്തിത്വത്തെ, എക്സിസ്റ്റൻസിനെ ബാധിക്കും. ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഒരു ജോലി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന്
എന്ന് ബ്രെയിൻ മുൻകൂട്ടി തീരുമാനിക്കും. നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്യാനോ പോകുമ്പോൾ അതിൽ നിന്ന് പരമാവധി മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന പലപ്പോഴും നമ്മളിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാലിഡേഷന് കോട്ടം തട്ടുമോ എന്നുള്ള ഭയത്തിന്റെ പുറത്താണ്. ഈവൻ എന്നെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ അല്ലെങ്കിൽ ഈവന്റിനോ ഒക്കെ ക്ഷണിക്കുമ്പോൾ തന്നെ ആദ്യ കാലങ്ങളിൽ ഈ ഒരു പേടി എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോസ് ചെയ്യുന്നു, പക്ഷേ ഒരു ഫിസിക്കൽ ലൊക്കേഷനിൽ ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇത്രയും പെർഫോമൻസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അവരെന്നെ ജഡ്ജ് ചെയ്യുമോ, അപ്പോൾ ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ കോട്ടം തട്ടുമോ, ഇങ്ങനെയുള്ള ഭയം മൂലം അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഒരു കംഫർട്ട് സോണിലൂടെ പോകാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെ പോകാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ സേഫ് ആണ് എന്ന് കരുതും. പ്രവർത്തിക്കാതിരുന്നാൽ നമുക്ക് തോക്കാൻ പറ്റില്ലല്ലോ. തോൽവിയില്ലെങ്കിൽ നമ്മൾ വലിയ കഴിവുള്ളവനാണ് എന്ന സങ്കല്പത്തിന് പോറലേൽക്കുകയില്ല. അതുകൊണ്ട് ആ സ്വപ്നത്തെ വെറുതെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് നമുക്കൊരു സംരക്ഷണം തരുന്നു. ഒരു കാര്യവും പരീക്ഷിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കഴിവുകൾ അനന്തമാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ പ്ലാനിംഗ് ഘട്ടത്തിൽ അങ്ങനെ തന്നെ നിൽക്കുന്നതാണ് സേഫ് എന്ന് തോന്നും. പക്ഷെ അവിടെ സ്വപ്നം മനോഹരമാണ്, കാര്യങ്ങളൊന്നും മാറുന്നില്ല. ഇനി തേർഡ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓരോ പ്രവൃത്തിയും നമ്മുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ എന്ന് ബ്രെയിൻ നിരന്തരം ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാര്യങ്ങൾ പകുതി വെച്ച് നിർത്തുന്ന ഒരാളാണ് എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള തോട്ടെങ്കിൽ ഒരു കാര്യം പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സ് റെസിസ്റ്റൻസ് കാണിക്കും. ഐഡന്റിറ്റിയും ആഗ്രഹവും തമ്മിലുള്ളൊരു വാർ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ എപ്പോഴും ഐഡന്റിറ്റി മാത്രമേ വിജയിക്കൂ. കാരണം അത് വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ ഡീപ്പായിട്ട് പതിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ഇതൊന്നും വ്യക്തിപരമായിട്ടുള്ളൊരു പരാജയമാണ് എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഡോപ്പമിൻ സംവിധാനം നമ്മളെ നശിപ്പിക്കാനല്ല, മറിച്ച് അതിജീവിക്കാനായിട്ട് ഇവോൾവ് ചെയ്തതാണ്. പേടി നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പഴയകാലത്തെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് പകരം അല്ലെങ്കിൽ അങ്ങനെ പുറത്താക്കപ്പെട്ട് മരണപ്പെടുന്നതിന് പകരം ഇവോൾവ് ചെയ്തതാണ്. അതുകൊണ്ട് നമ്മുടെ ഇമേജ് സംരക്ഷിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ഈഗോ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ബ്രെയിനിന്റെ ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. പക്ഷേ അതെല്ലാം അപ്പോഴുള്ള ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതിന്റെ കാരണങ്ങളും അതിന്റെ പ്രയോഗങ്ങളും തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ടെക്നോളജിയും സോഷ്യൽ മീഡിയയും ഒക്കെ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മളെ ഈ ഒരു സിമുലേഷന്റെ വേൾഡിൽ തളച്ചിടാനാണ്. ഒരു പ്രവൃത്തിയും ചെയ്യാതെ തന്നെ ലക്ഷ്യം നേടിയെന്ന തോന്നൽ ഉണ്ടാക്കാനാണ് ഈ ആപ്പുകൾക്ക് സാധിക്കുക. മറ്റുള്ളവരുടെ വിജയം കണ്ട് നിങ്ങൾ ആവേശം കൊള്ളുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ കർമ്മശേഷി നശിക്കുകയാണ്. നിങ്ങളെ പ്രവൃത്തികളിൽ നിന്ന് മാറ്റി നിർത്തി വെറും ഇമാജിനേഷനിൽ തളച്ചിടുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ യുഗത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനായിട്ട് അവർ പലതും നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കും. ഇത് നമ്മുടെ ഉള്ളിലെ റിവാർഡ് സിസ്റ്റത്തെ നിരന്തരം കബളിപ്പിച്ച് നമുക്കൊരു സംതൃപ്തി തന്നുകൊണ്ടിരിക്കും. ഞാൻ തൊട്ട് മുമ്പ് എൻ്റെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പോൾ ബ്ലോഗ് പോസ്റ്റുകൾ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്, ഫ്രീ ആണ് വായിക്കാൻ. അതിൽ വായിച്ചാൽ ഞാൻ ഈ പറയുന്ന വീഡിയോസിന്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷേ ഒരുപാട് പേരൊന്നും അത് മെനക്കെട്ടിരുന്ന് വായിക്കാറില്ല. അതുപോലെ തന്നെ കോഴ്സുകൾ ഒരുപാട് പേര് വിസിറ്റ് ചെയ്യാറുണ്ട്. 10,000 പേര് ആ കോഴ്സ് എടുക്കുന്ന പേജിലേക്ക് വരാറുണ്ട്. പക്ഷേ ഒരിക്കലും അത് പഠിച്ചിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുള്ള ലെവലിലേക്ക് പലരും എത്തിച്ചേരാറില്ല. സോ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ പുറത്ത് കിടക്കും? ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള, നമ്മളെ ഒരുപാട് ആക്ഷൻ എടുക്കാൻ സമ്മതിക്കാതെ എന്നാൽ ഫേക്ക് ആയിട്ടുള്ള സംതൃപ്തി തരുന്ന ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് നമ്മളെങ്ങനെ പുറത്ത് കിടക്കും? അറിവെന്ന് പറയുന്നത്, അറിവ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരാൾക്ക് വിവരമുണ്ടാവുകയോ മാറ്റം വരികയോ ചെയ്യില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സ്ട്രക്ചറിലാണ് ആദ്യം മാറ്റം വരുത്തേണ്ടത്. അത് സിമ്പിളായിട്ടുള്ള ചെറിയ പ്രവൃത്തികളിലൂടെ തുടങ്ങണം. വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായി സ്വയം പ്രഖ്യാപിക്കുന്നതിന് പകരം ഞാൻ ഇന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ കാര്യം ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇടാനായിട്ട് ഉദ്ദേശിച്ചു. ഇപ്പോൾ എൻ്റെ മാസ്റ്റർ ക്ലാസ് എടുത്ത ഒരാളാണ്. നിങ്ങൾ ആ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയ എഫേർട്ട് എടുക്കുക. ഒരു വീഡിയോ ചെയ്യാത്തവർ ഈ അടുത്ത കാലത്ത് വീഡിയോ വെച്ചിട്ടപ്പോൾ അതിന് കിട്ടിയ റീച്ച് കിട്ടിയ അന്തം വിട്ടുപോയി. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിനിന് പുതിയ തെളിവുകൾ, പുതിയ എവിഡൻസ് ആണ് കൊടുക്കേണ്ടത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു ഗവേഷകനില്ലേ, ഗബ്രിയേൽ ഊറ്റിംഗൻ, അദ്ദേഹം മുന്നോട്ട് വെച്ച വൂപ്പ് എന്ന് പറയുന്നൊരു കോഡുണ്ട്. വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റക്കിൾ, പ്ലാൻ. ഈ ഒരു രീതിയാണ് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രയോഗിക്കേണ്ടത്. നിങ്ങളുടെ ഒരു ആഗ്രഹത്തെ നിങ്ങൾ ഇമാജിൻ ചെയ്ത ശേഷം അതിനെ തടയുന്ന ഉള്ളിലെ തടസ്സത്തെ ഒന്ന് മനസ്സിലാക്കുക. ആ പർട്ടിക്കുലർ തടസ്സം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് മുൻകൂട്ടി തീരുമാനിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ പൊട്ടൻഷ്യൽ സംരക്ഷിക്കുന്നു എന്നുള്ള വാദം സ്വയം നിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഉണ്ട്, നിങ്ങളത് റിയൽ വേൾഡിൽ പ്രൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്കില്ല എന്ന് തന്നെ കരുതുക. പരീക്ഷിക്കാത്ത കഴിവ് വെറുമൊരു മിഥ്യ മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ പരാജയപ്പെടാം, പക്ഷേ ആ പരാജയത്തിലൂടെ ലഭിക്കുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റയാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ വാല്യൂ ഉള്ളത്. യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മാത്രമാണ് വളർച്ച ഉണ്ടാവുക. സ്വപ്നം തലയ്ക്കുള്ളിൽ ഇരിക്കുന്നിടത്തോളം കാലം അത് കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് തോന്നും, അത് മനോഹരമാണെന്ന് തോന്നും. പക്ഷേ അത് റിയൽ വേൾഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നു, നിങ്ങളൊരു കട വാടകയ്ക്ക് എടുക്കണം, അവിടെ സാധനം കൊണ്ടുവരണം, GST രജിസ്ട്രേഷൻ ചെയ്യണം, ഇതൊക്കെ കരുതി നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ പുറത്തു വന്ന് നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ സക്സസ് ആവാൻ പറ്റില്ല. സോ ഇത് പുറം ലോകത്തേക്ക് എത്താനുള്ള ശ്രമം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് റിസൾട്ട് കാണാൻ പറ്റൂ. അല്ലാത്തപ്പോൾ നിങ്ങളുടെ സങ്കല്പം വെറും അപൂർണ്ണ മാത്രമാണ്. എൻ്റെ മനസ്സിൽ
മനസ്സിലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന കഴിവ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ ഐഡിയ സൂപ്പറാ, പക്ഷേ അത് റിയൽ വേൾഡിലേക്ക് ഇച്ചിരിയെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കുന്നുണ്ടോ എന്നുള്ളതും അതിലെന്ത് റിസൾട്ട് ഉണ്ടാവുന്നു, തോറ്റാലും ജയിച്ചാലും അതിലെന്ത് റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാര്യം. ഇനി തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആവാം, ജയിച്ചാൽ അതിനേക്കാൾ വലിയ വിജയം നേടാനായിട്ടുള്ള ഡാറ്റ അതിൽ നിന്ന് കണ്ടെത്താം. എത്ര വലിയ പരാജയമാണെന്ന് തോന്നി ആ പരാജയത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ അപൂർണമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ ലോകത്തിന് വേണ്ടത്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ നമ്മൾ തയ്യാറാണോ? അതോ വെറുതെ ഒരു സാങ്കല്പിക ലോകത്ത് കഴിവും പൊട്ടൻഷ്യലും ഉള്ള ഒരാളായിട്ടാണെന്ന് സ്വയം പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കണം? ഓരോ ദിവസവും നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ആ മനോഹരമായ സ്വപ്നത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പണയം വയ്ക്കുകയാണ്. സമയം പോകുന്തോറും അതിൻ്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. 10 വർഷം കഴിഞ്ഞ് തുടങ്ങുന്നത് ഇന്നത്തേക്കാൾ പ്രയാസകരമാണെന്ന് മനസ്സിലാക്കുക. കാരണം അപ്പോഴേക്കും നിങ്ങളുടെ ഇമേജ് അത്രമേൽ നിങ്ങൾക്ക് അടുപ്പമുള്ളതായിട്ട് മനസ്സിലുണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് ഇപ്പോഴുള്ള എനർജി ഉണ്ടാവില്ല, കൂടുതൽ ബാധ്യതകൾ ഉണ്ടാവും, പല കാര്യങ്ങൾ ഇന്നത്തേക്കാൾ അതിന് തടസ്സം നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മളാരും തോറ്റുപോയതല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ഞാൻ വലിയവനാണ് എന്ന സങ്കല്പത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ തലച്ചോറ് കണ്ടെത്തിയ ഒരു ചതിക്കുഴിയിലാണ് നമ്മൾ കിടക്കുന്നത്. ആ സ്റ്റക്കിലാണ് നമ്മളുള്ളത്. ഈ ഒരു കളി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അസ്വസ്ഥത വന്നിട്ടുണ്ടാവാം, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതുവരെ കാണാതെ പോയ കുറേ പേര് ഈ വീഡിയോ തുറന്നിട്ടുണ്ടാവാം. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ തന്നു എന്നുള്ളതല്ല. നമുക്ക് തോന്നുന്ന ആ ഒരു ഡിസ്കംഫർട്ട് നമ്മുടെ ശത്രുവല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പഴയ ഐഡന്റിറ്റിയും പുതിയ പ്രവൃത്തിയും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാർക്ക് ആണ് ഈ ഒരു ഡിസ്കംഫർട്ട്. നമ്മുടെ ബ്രെയിൻ ഒരു അക്കൗണ്ടന്റിനെ പോലെയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓരോ പ്രവൃത്തിക്കും എത്ര എനർജി ചെലവാകും അത് കണക്ക് കൂട്ടും. കഠിനാധ്വാനം ചെയ്യാനും മറ്റുള്ളവരുടെ വിമർശനം ഏറ്റുവാങ്ങാനും ഒക്കെ ബ്രെയിനിനെ സംബന്ധിച്ച് വലിയ ചിലവുണ്ട്. കാര്യം ഇൻഫോർമേഷൻ ഒരുപാട് പ്രോസസ്സ് ചെയ്യണം. ഒന്നുകിൽ നമ്മുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള അറിവുകളെ പ്രോസസ്സ് ചെയ്യണം. ഈ ഒരു ലാഭനഷ്ട കണക്കുകൾക്കിടയിൽ കുടുങ്ങിപ്പോയി എനർജി പോകാതിരിക്കാനാണ് ഐഡന്റിറ്റി കൺസിസ്റ്റന്റ് ആക്ഷൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു പുസ്തകം എഴുതണം എന്നത് വലിയ ലക്ഷ്യമാണ്. അത് തുടങ്ങാൻ മനസ്സൊരിക്കലും സമ്മതിക്കില്ല. എന്നാൽ ഇന്ന് ഞാനൊരു വാചകം മാത്രം എഴുതും എന്നത് ബ്രെയിനിന് വലിയ ഭീഷണിയല്ല. ആൽബർട്ട് കാമു പറഞ്ഞതുപോലെ, ജീവിതത്തിന് നമ്മൾ നൽകുന്ന അർത്ഥങ്ങൾ പലപ്പോഴും പളുങ്ക് പാത്രങ്ങൾ പോലെയാണ്. അത് ഉടഞ്ഞു പോകുമോ എന്ന ഭയം കാരണമാണ് നിങ്ങൾ പലപ്പോഴും തുടങ്ങാതിരിക്കുന്നത്. എന്നാൽ ആ പളുങ്ക് പാത്രം ഉടയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ പണിയെടുക്കാൻ പഠിക്കുന്നത്. വിത്ത് പാക്കറ്റിൽ ഇരിക്കുന്നത് വരെ സേഫാ, പക്ഷേ ആ വിത്തിന് മരമാകണമെങ്കിൽ അത് മണ്ണിൽ വീണ് പുതിയ രൂപം ഉണ്ടാവണം, അതിൻ്റെ പഴയ രൂപം നശിക്കണം. അതുപോലെ നമ്മുടെ സ്വപ്നത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പഴയ സേഫ് ആയിട്ടുള്ളൊരു പൊസിഷൻ അല്ലെങ്കിൽ ആ രൂപം ഇല്ലാതാകും. അവിടെയാണ് നമ്മുടെ പുതിയ പതിപ്പ് ജനിക്കുക. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അസ്വസ്ഥത, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു വേദന വളർച്ചയുടെ ലക്ഷണമാണ്. ആ വേദനയെ പേടിച്ച് നിങ്ങൾ പിന്തിരിയരുത്. സങ്കല്പങ്ങളുടെ വാതിലടച്ച് യാഥാർത്ഥ്യത്തിൻ്റെ ലോകത്തിലേക്ക് ഇറങ്ങി വരണം. മാറ്റം തുടങ്ങുന്നത് ഈ ഒരു മൊമെൻറ്റിലാണ്. എന്തിനാണോ നിങ്ങൾ ഇത്രയും കാലം അടിച്ചു നിന്നത്, അതിൻ്റെ ഏറ്റവും ചെറിയൊരു ഭാഗം ഈ വീഡിയോ കഴിയുമ്പോൾ ചെയ്യാനായിട്ട് തയ്യാറാവുക. 1 മിനിറ്റ് മാത്രം മതി അതിന്. ആ 1 മിനിറ്റിലൂടെ നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനോട് പറയുകയാണ്, ഞാനാണ് ഇവിടുത്തെ ബോസ് എന്ന്. ആ ഒരു ചെറിയ വിജയം മതി നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. അതുകൊണ്ട് പതുക്കെ തുടങ്ങാം, പക്ഷേ തുടങ്ങണം. നമ്മുടെ സമയം ഓരോരുത്തരുടെയും വിലപ്പെട്ടതാണ്, നമ്മുടെ സ്വപ്നങ്ങൾ അതിലും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി വൈകിക്കരുത്. ഇതിനെ ഒരു മോട്ടിവേഷനായിട്ട് കാണാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്ന ഒരു നോളജായിട്ട് നിങ്ങൾ കരുതുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാം. ഇത്ര ഇൻഫർമേഷൻസ് നിങ്ങളോട് കൊണ്ടുവന്ന് തരുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് വിലപ്പെട്ട വിവരങ്ങൾ തരാൻ കഴിയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതെനിക്കും സഹായകരമാകും. ഒരു ലൂപ്പ് പോലെ നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ലിങ്ക് എല്ലാം താഴെയുണ്ട്. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഇത്തരം വിഷയങ്ങളുടെ ഡീപ്പ് റിസർച്ച് നടത്തി ഇതുപോലെ എപ്പിസോഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോസുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇപ്പോൾ എന്ത് തോന്നുന്നു, നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, നിങ്ങൾ എങ്ങനെ ജീവിതത്തെ മാറ്റും എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു ഡോക്യുമെൻ്റ് പോലെ എൻ്റെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഉപയോഗിച്ചാൽ നമുക്കും മറ്റുള്ളവർക്കും അത് ഉപയോഗപ്രദമായിരിക്കും. നന്ദി.